ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, വീണ്ടും പെന്തക്കോസ്ത 5-ാം ദിവസത്തിലേക്ക് നിങ്ങളേവരെയും യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റും. അതെ, എല്ലാ സാധ്യതകളെയും ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നനവ് നമ്മുടെ സമസ്ത മേഖല ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമുക്ക് വേണ്ടി വചനം പങ്കുവച്ച് പ്രാർത്ഥിക്കുന്നത് അട്ടപ്പാടി സിഹിയോൻ ധ്യാനകേന്ദ്രത്തിലെ ബിനോയച്ചനാണ്. അച്ഛൻ്റെ അതിർത്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ദാഹിക്കാം, കാത്തിരിക്കാം. വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കൊളോസസ് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനം. അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ടത്രേ ഞാൻ അധ്വാനിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വീണ്ടും പെന്തക്കോസ്ത ശുശ്രൂഷയിലേക്ക്, ഈ ശുശ്രൂഷയ്ക്ക് മുമ്പ് വചനം പ്രഘോഷിച്ചവരുടെയും ഇനി പ്രസംഗിക്കാനിരിക്കുന്നവരുടെയും കൂട്ടായ്മയിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ ഞാനിവിടുന്ന് വചനം പങ്കുവയ്ക്കാൻ പരിശ്രമിക്കുമ്പോൾ, കർത്താവിനെ കൃപയാൽ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളെ മുഖാമുഖം കാണുന്നില്ലെങ്കിലും നിങ്ങളെ ആത്മന കാണുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഈ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ മേൽ ശക്തമായി പ്രവഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലേ? പ്രാർത്ഥിച്ചാലോ? എഴുന്നേറ്റേക്കാം. സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ആത്മാവിൻ്റെ വലിയൊരു പ്രവാഹം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഓരോ വചനത്തിൻ്റെയും പൊരുളടിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. വ്യാഖ്യാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. കൃപയുടെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പ്രത്യാശയുടെ ആത്മാവ് ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. വചനത്തിൻ്റെ ശക്തി, വലിയ കൃപയുടെ അഭിഷേകം ഞങ്ങളുടെ ഓരോരുത്തരും മേൽ വന്ന് വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വചനശുശ്രൂഷയുടെ പരാജയം അറിഞ്ഞ് നിലനിർപ്പിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടാര്യങ്ങളും യേശു നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവാഹം ഉണ്ടാകട്ടെ. അപ്പസ്തോലർ പറഞ്ഞ 10:44 പത്രോസ് വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു എന്ന വചനത്തിന്റെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിൽ പരിപൂർണമായി വിശ്വസിച്ച് കാത്തിരുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീണ്ടും പെന്തക്കോസ്ത് ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവേ വചനം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് ആദ്യം നൽകിയ വചനം ജോബിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. ജോബ് 14, 7 മുതൽ 9 വരെ നമുക്കത് കേൾക്കാം. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതിനെ പഠിപ്പിക്കുകയാണ്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, അത് മുറിച്ചാൽ വീണ്ടും തളിർക്കും. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് ഇളം ചെടി പോലെ തളിർക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വളരെ ശരിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള വൃക്ഷം അതിൻ്റെ മണ്ട മുറിച്ച് കളഞ്ഞു, അല്ല അതിൻ്റെ ശിഖരങ്ങൾ കോന്തി കളഞ്ഞു എന്ന് കരുതുക. അടുത്ത പുതുമഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പുതുമഴയുടെ ആ വെള്ളത്തിൻ്റെ നനവ് ചെല്ലുമ്പോഴത്തേക്ക് ആ മണ്ട മുറിച്ച് കളഞ്ഞ ആ ശിഖരം കോന്തി കളഞ്ഞ ആ ചെടി ഇളം ചെടി പോലെ വീണ്ടും ശാഖകൾ ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേരുകൾ മണ്ണിൽ പഴകിപ്പോയാലും കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. ഞാൻ ഓർക്കാണ്, വീട്ടിൽ പണ്ട് വീടിൻ്റെ മുറ്റത്തുള്ള കുറുന്തോട്ടി അങ്ങനത്തെ പലതരത്തിലുള്ള ചെടികളുണ്ട്. അപ്പോൾ ചാച്ചൻ അതെല്ലാം മെറ്റെല്ലാം നല്ല ചെത്തി ക്ലിയറാക്കും. അപ്പോൾ ഒന്നും കാണാനില്ല, എല്ലാം നല്ല ക്ലിയർ. പക്ഷേ അടുത്ത പുതുമഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു കുറ്റിവേര്, അതിൻ്റെ ഒരു ചെറിയ തരി മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അടുത്ത പുതുമഴ പെയ്യുന്ന സമയത്ത് അത് വീണ്ടും പഴയ ചെടി പോലെ കരുത്തുള്ളതായിട്ട് വീണ്ടും പൊങ്ങി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ ജീവിതം ഏത് അവസ്ഥയിലാണെങ്കിലും ശരി, നിന്റെ ജീവിതം തകർന്ന അവസ്ഥയിലാണെങ്കിലും ശരി, നിന്റെ ജീവിതം മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയില്ലാത്ത അവസ്ഥയിലാണെങ്കിലും ശരി, എല്ലാം തകർന്നടിഞ്ഞ് പഴകിപ്പോയി ദ്രവിച്ചു പോയി ഇനി യാതൊരു സാധ്യതയും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിന്റെ ജീവിതമെങ്കിൽ, എൻ്റെ പ്രിയപ്പെടുന്ന നിന്റെ മിനിസ്ട്രി എങ്കിൽ, സഭയുടെ സംവിധാനങ്ങളെങ്കിൽ, എന്ത് തന്നെയാണെങ്കിലും ശരി, അടുത്ത പുതുമഴ പെയ്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രത്യാശയുടെ നനവ്, ഒരു പുതിയ കൊയ്ത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. എന്ത് വരണം? വെള്ളം, നനവ്, ജലം വരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ വചനപ്രകാരം എന്താണ് ഈ വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നനവ് വന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം അത് പരിശുദ്ധാത്മാവല്ലാതെ മറ്റൊന്നുമല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള തിരുലിഖിതങ്ങൾ. യോഹന്നാന്റെ ശേഷം 7, 37, 39 അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റെന്ന ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലേഖനം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാതിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ പറയുന്ന ഈ ജീവജലത്തിന്റെ അരുവി പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാകുന്ന അരുവിയുടെ നനവ് വന്നാൽ നമ്മുടെ ജീവിതങ്ങൾ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കണ്ണിറന്ന് ചുറ്റും നോക്കിയാൽ തകർന്നടിഞ്ഞു കിടന്ന എത്രയോ ജീവിതങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നദി വന്നപ്പോൾ ഇന്ന് ഉജ്ജ്വലിച്ച് കൃപയായിട്ട് നിൽക്കുന്നത്. ആർക്കെ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യാ പ്രവചനത്തിൽ അതിന് 32-ാമത്തെ അധ്യായം, യേശയ്യാ പ്രവചനം 32-ാമത്തെ അധ്യായത്തിന്റെ 14, 15 വാക്യങ്ങളിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്, ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറുകയും ചെയ്യുന്നത് വരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും, ജനസാന്ദ്രത നഗരങ്ങൾ വിജനമായിട്ട് തീരും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വർഷിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയാണ് മരുഭൂമി വയലായിട്ട് മാറും. വയൽ എന്തായിട്ട് മാറും? വനമായിട്ട് മാറും. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നില്ല എങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ജനസാന്ദ്രത ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ വിജനമായിട്ട് തീരും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വീണ്ടും ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാത്തിരിപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ കേരള മണ്ണിൽ എത്രയോ പേരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ജ്വലിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ വേണ്ടി എത്രയോ ജീവിതങ്ങളെയാണ് കർത്താവ് എടുത്തുയർത്തിയത്. എന്തുകൊണ്ടാണ് കേരള സഭ ഇന്നാൽ ഉജ്ജ്വലിച്ച് നിൽക്കാൻ കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കാരണം എന്താ? ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അനേകം പേരുടെ മേൽ വർഷിച്ച് മരുഭൂമിയായിരുന്ന പല ജീവിതങ്ങളും വയലായിട്ട് മാറി. വയലായിരുന്ന പല ജീവിതങ്ങളും നല്ല ഒരു ജനം നിബിഡമെന്നതുപോലെ നല്ലൊരു വനമായിട്ട് രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ശരി, നമ്മളുടെ ഒരു മിനിസ്ട്രിയുടെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ശരി, ഇന്നത്തെ നമ്മുടെ തിരുസഭയുടെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ശരി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെല്ലാം ഒരു വ്യത്യാസം വരുത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, ഇന്ന് വ്യക്തിപരമായ ജീവിതത്തിലോ, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ജീവിതത്തിലോ, നമ്മുടെ കുടുംബ ജീവിതത്തിലോ, നമ്മുടെ സമൂഹ ജീവിതത്തിലോ, നമ്മുടെ ഇടവക ജീവിതത്തിലോ, നമ്മുടെ സന്യാസ ജീവിതത്തിലോ, നമ്മുടെ കമ്മ്യൂണിറ്റി ജീവിതത്തിലോ, നമ്മുടെ തിരുസഭാ ജീവിതത്തിലോ എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു ദുഃഖം, എന്തെങ്കിലും ഒരു സങ്കടം, എന്തെങ്കിലും ഒരു ബ്ലോക്ക്, എന്തെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഈ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ അതിന് ഫുൾ കാലിബറിൽ നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ 77-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 10-ാമത്തെ തിരുവചനം പഠിപ്പിക്കണം. 77-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ തിരുലിഖിതം, അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. സങ്കീർത്തനം പറയുകയാണ്. സങ്കീർത്തനം ആകെ മൊത്തം നോക്കിയിട്ട് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖത്തിന്റെ കാരണം എന്താ? ആ ദുഃഖത്തിന്റെ കാരണം ഇതാണ്: അത്യുന്നതന്റെ ശക്തി, അതായത് പരിശുദ്ധാത്മാ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദാഹരണം പറയാം. ഇപ്പം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ലേ? പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന വലിയൊരു ദുഃഖമാണ്. വാസ്തവത്തിൽ എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ശക്തമായിട്ടില്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്. ഉദാഹരണം പറയാം, വിശുദ്ധിയെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ വിശുദ്ധി ജീവിക്കാൻ പറ്റുന്നില്ല. വിശുദ്ധി ജീവിക്കാൻ പറ്റാത്ത കാരണം എന്താ? ഈ വിശുദ്ധി പരിശുദ്ധാത്മാവിൻ്റെതാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറയാം, നമ്മൾ കുട്ടികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെതാണ് അല്ലേ? അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറയാം, ഒരു വൈദ്യൻ എന്ന നിലയിൽ, ഒരു സിസ്റ്റർ എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എല്ലാം വിചാരിച്ചത് കാര്യം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ വിചാരിച്ചതുപോലെ എല്ലാം നന്നായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചെല്ലുന്നിടത്ത് എല്ലാം ബ്ലോക്ക് വരികയാണ്, തടസ്സം വരികയാണ്. കാരണം എന്താ പ്രിയപ്പെട്ട? ഞാനല്ല, എന്നെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തെ 10 ഓർക്കുന്നില്ലേ? കൊളോസോസ് 1:29 എന്താണ് 10? എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ടത്ര ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖത്തിന് കാരണമുണ്ടെങ്കിൽ ആ ദുഃഖത്തിന് കാരണം ഇതാണ്: പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാത്തത് കൊണ്ടാണ്. ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു ഹോസിലൂടെ വെള്ളം ഒഴുകി വരികയാണ്. ആ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് അതിനകത്ത് ചെറിയൊരു കല്ല് കയറിയെന്ന് വിചാരിക്കാം. വെള്ളം ഒഴുകുന്നുണ്ട്, പക്ഷേ നോട്ട് ഇൻ ഇറ്റ്സ് ഫുൾ കാലിബർ, അതിന് ഫുൾ പവറിൽ വരുന്നില്ല. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഫുൾ പവർ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ ദുഃഖമില്ല. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലതരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സഭയിലെ പ്രതിസന്ധികൾ, കുടുംബത്തിലെ പ്രതിസന്ധികൾ, ഇടവ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ശുശ്രൂഷ ജീവിതത്തിലെ പ്രതിസന്ധികൾ, അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക ജീവിതത്തിലെ പ്രതിസന്ധികൾ, മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സ് തളരരുതെന്നാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. എനിക്ക് ഉദാഹരണം പറയാം, ഇപ്പോൾ ഭയങ്കര കടബാധ്യത, ഭയങ്കര തരത്തിലുള്ള പ്രത്യേക അവസ്ഥ, ഒന്നും ചെയ്യാൻ മുന്നോട്ട് നാളത്തെ ദിവസം ഒന്നും ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥകളുണ്ടാകാം. അല്ലെങ്കിൽ ചില കാര്യം ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിനകത്ത് എങ്ങനെ ഒരു മാറ്റം വരും, എങ്ങനെ ഒരു വ്യത്യാസം വരും, ഇങ്ങനെ തകർന്നു പോയി എന്താവും, അങ്ങനത്തെ ഉള്ള വേദനകൾ ഇരിക്കുന്നുണ്ടാവും. അതെല്ലാ സംവിധാനങ്ങളെ കുറിച്ച് അങ്ങനത്തെ വേദന ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മുതലൊരു ചോദ്യം ആരംഭിക്കുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കും, എങ്ങനെ നടക്കും? അബ്രാഹത്തിനുണ്ടായ ചോദ്യം അതാണ്, സാറായിക്കുണ്ടായ ചോദ്യം അതാണ്, ഗിദെയോനുണ്ടായ ചോദ്യം അതാണ്, ദാവീദിനുണ്ടായ ചോദ്യം അതാണ്. എല്ലാ പ്രവാചകന്മാരും മനസ്സിലുള്ള ചോദ്യം എങ്ങനെയാണ്, ഇതെങ്ങനെ സംഭവിക്കും, ഇത് എങ്ങനെ വ്യത്യാസങ്ങൾ സംഭവിക്കും? ആ ചോദ്യം പുതിയ നിയമത്തിൽ വന്ന് സക്കറിയ ഇതേ ചോദ്യം ചോദിച്ചു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം പരിശുദ്ധ അമ്മ വഴി നൽകപ്പെട്ടു അല്ലേ? ലൂക്കോയുടെ ശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ അത് വെളിപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ബൈബിളിലെ ഇതെങ്ങനെ സംഭവിക്കും, ഒരു മാറ്റം എങ്ങനെ ഉണ്ടാകും എന്ന് തുടങ്ങി 100 എല്ലാ ആകുലതകൾക്കും കൂടി ഒരൊറ്റ ഉത്തരമേ നൽകിയിട്ടുള്ളൂ. ലൂക്ക 1:35, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പറഞ്ഞ ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ എല്ലാത്തിനും ഉത്തരവാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞത്, ഈ അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അതായത് യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം അപ്പസ്തോലന്മാർക്ക് ഒരു പ്രത്യേക അവസ്ഥ വന്നു. എങ്ങനെ ഒരു വ്യത്യാസം വരും, എങ്ങനെ കാര്യങ്ങൾ മാറും? അവരുടെ കർത്താവ് എന്താ പറഞ്ഞത്? ലൂക്ക 24:49 കർത്താവ് എന്താ പറഞ്ഞത്? ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവേൻ. ഈ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി കാത്തിരുന്നു, ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിനോട് കാത്തിരുന്നു. ആ കാത്തിരിപ്പ് അവരിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ചേഞ്ച് വന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ശക്തി എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാര് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം എന്താ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യർ ഇവിടെയും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് ഒരു നിറവിൽ വരുമ്പോൾ നിലവിലിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യത്യാസങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്. ഞാൻ പലപ്പോഴും സെമിനാരി പഠിക്കുന്ന കാലഘട്ടം മുതൽ പലപ്പോഴും ധ്യാനത്തിന്റെ ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയും, അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം, അഭിഷേകം പ്രാപിക്കണം, അഭിഷേകം പ്രാപിക്കണം, അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ എനിക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് എന്താ അഭിഷേകം? ഇപ്പം നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച്, നമ്മൾ മാമോസം മുങ്ങി, സൈലേവനം സ്വീകരിച്ച്, അല്ലെങ്കിൽ സൈലേവനം സ്വീകരിച്ചല്ല മാമോസം മുങ്ങിയിട്ടില്ല, വിശ്വാസമുള്ള ഒരാൾ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെ ആ പരിശുദ്ധാത്മാ അതല്ലേ ഇപ്പം, അല്ലാതെ ഇപ്പം അഭിഷേകം എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് എന്താ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു. എന്നാൽ ഒരിക്കലും അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്തെ പിതാവ് വൈദികർക്കുള്ള ഒരു ടോക്കിൽ പിതാവ് പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി. അഭിവന്യ പിതാവ് പറഞ്ഞ് ഇങ്ങനെയാണ്, അച്ഛന്മാരോട് ചോദിച്ചു, പിതാവ് ചോദിച്ചു, ഈ അപ്പസ്തോലന്മാർക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവിന് ലഭിച്ചത്? അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയാൻ സാധ്യതയുള്ളൊരു മറുപടി എന്ന് പറയുന്നത് എന്താ? പെന്തക്കോസ്ത നാളിലാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. എന്നാൽ പിതാവ് തിരുത്തി. പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഉത്യതനായ ഈശോ മിശിഹ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ മേൽ നിശ്വസിച്ച് അവരെ മേൽ ഊതി. അപ്പോൾ അവരെ ആര് വന്നു? അവരെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ പെന്തക്കോസ്ത നാളിൽ എന്താണ് സംഭവിച്ചത്? അവർ 9 ദിവസം പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ചൊല്ലുന്നത് പോലെ അവരങ്ങോട്ട് കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവരിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പ്രകടമായി. ഇതിനെ വിളിക്കുന്ന പേരാണ് അഭിഷേകം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ അവരിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവുണ്ട്, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ ഈ ആത്മാവിന് വേണ്ടി നമ്മളങ്ങോട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളങ്ങോട്ട് പരിശുദ്ധാത്മ നിറയാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന് വിസിബിൾ ആവും, ഹോൾ വേൾഡ്, എല്ലാ ലോകത്തിനും വിസിബിൾ ആവും. അതിന് വിളിക്കുന്ന പേരാണ് ഈ അഭിഷേകം. ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന് വളർച്ചയുണ്ട്, ഈ കാത്തിരിപ്പിന് ഉത്തരവുണ്ട്. ഞാൻ ഓർക്കാണ്, ഡാമിയൻ സ്റ്റേ എന്ന് പറഞ്ഞ ശുശ്രൂഷകനെ കുറിച്ച് നിങ്ങൾക്കറിയാം. യോഗ ശുശ്രൂഷ എന്ന ശക്തമായ ശുശ്രൂഷകനാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ജന്മന ഒരു വ്യക്തിയുടെ ഇല്ലാത്ത അവയവങ്ങൾ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മുളച്ചു വരും. ബൈ ബർത്ത് ഒരു കിഡ്നിയേ ഉള്ളൂ, എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ആ കിഡ്നി കൂടെ മുളച്ചു വരും. അന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എടുത്താണ് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഓർക്കാണ്, അദ്ദേഹം 10 വർഷം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അതായത് പ്രാർത്ഥിക്കുമ്പോൾ ജന്മന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇല്ലാത്ത അവയവങ്ങൾ മുളച്ചു വരാനുള്ള കൃപ കിട്ടാൻ വേണ്ടി 10 വർഷം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. പറയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓർക്കാണ് പ്രിയപ്പെട്ട സഹോദരൻ. എനിക്ക് സെമിനാരി പഠിക്കുന്ന കാലത്ത് വചനം പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, ഒരുപാട് കുത്തിയിരുന്ന് എഴുതി, പരിശുദ്ധ കരഞ്ഞ് നിറവിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ തലയൊക്കെ വെച്ചെന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഇതാ വചനാഭിഷേകം കർത്താവ്. ആ സെക്കൻഡ് മുതൽ ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഒരു ഉറവ കർത്താവ് അങ്ങോട്ട് തുറന്നു തന്നു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ട സഹോദരൻ, അവിടെ കൊണ്ട് നിന്നാൽ പോരാ, ഈ അഭിഷേകത്തിന് വളർച്ചയുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ അഭിഷേകം കൊണ്ട് നിന്നാൽ പോരാ, ഇന്നലത്തെ അഭിഷേകം കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നടക്കുകയല്ല, ഇന്നത്തെ അഭിഷേകം കൊണ്ട് നാളത്തെ ശുശ്രൂഷ നടക്കുകയല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അഭിഷേകം തുറന്നെടുക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് കർത്താവിൻ്റെ വലിയൊരു കരുണയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്.
ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. നമുക്കറിയാം, ഒരു അരുവിയാണെങ്കിൽ പുറപ്പെടുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. കുറച്ച് നാൾ ആ അരുവി അങ്ങ് ഒരേ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? അതൊരു തോടായിട്ട് മാറും. ആ തോട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? നദിയായിട്ട് മാറും. ആ നദി തന്നെ കുറച്ചുകൂടെ മൂവ് ചെയ്യുമ്പോൾ സമുദ്രമായിട്ട് മാറും. അപ്പം നോക്കിയേ, അരുവി തോടാകും, തോട് നദിയാകും, നദി സമുദ്രമാകും എന്ന് പറയുന്നത് പോലെ നമ്മളിലുള്ള അഭിഷേകത്തിന് വളർച്ചയുണ്ട്. ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അടുത്തൊരു അഭിഷേകത്തിന് വളർച്ചയുണ്ട്. അത് കുറച്ചുകൂടെ മനസ്സിലാകും. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം. എസ്തേറിന്റെ പുസ്തകത്തിൽ 10:6 വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നദിയായി മാറിയ കൊച്ചരുവി, പ്രകാശവും സൂര്യന് സമൃദ്ധിയായ ജലവും. ആ നദിയാണ് രാജാവ് പരിഹരിച്ച് രാജ്ഞിയാക്കി എസ്തേർ. എസ്തേറിനെ കുറിച്ച് ബൈബിളിൽ കൊടുക്കുന്ന വിശേഷം നോക്ക്. നദിയായി മാറിയ കൊച്ചരുവി, ആ നദിയാണ് എസ്തേർ. എസ്തേർ എന്ന് പറഞ്ഞാൽ അനാഥ പെൺകുട്ടി, ആരുമില്ലാത്ത പാവപ്പെട്ട അനാഥ പെൺകുട്ടി. എന്നാൽ അവൾ കർത്താവിനും ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ അവർ നദിയായിട്ട് മാറി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 തരത്തിൽ നമ്മൾ കാത്തിരിക്കണം. ഇന്ന് നമ്മുടെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞു തുടങ്ങി ഈ നദിയെക്കുറിച്ചാണ്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളർക്കും ഈ വെള്ളത്തിന് നനവ് കിട്ടിയാൽ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിൽ, ഈ വീണ്ടും പെന്തക്കോസ്തൽ കർത്താവ് നിന്നെ ജീവിതത്തിൽ ഇടപെടുന്ന സംശയം വേണ്ട. 2-ാമത്തെ കാര്യം, ഇന്ന് ശുശ്രൂഷ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം. തോട് നദിയായി, നദി സമുദ്രമായിട്ട് അങ്ങോട്ട് കയറി വരട്ടെ. പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് നിലവിലിരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും നിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന് മുകളിലാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓ കർത്താവിൻ്റെ ആത്മാവേ, ഈ വചനം കേട്ടുകൊണ്ട് ഓരോരുത്തരുടെ മേലും കർത്താവ് സ്വർഗത്തിൻ്റെ നദി, സ്വർഗത്തിൻ്റെ അഭിഷേകം ശക്തിയായി ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ് ദൈവമേ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവിധമുള്ള ശക്തമായൊരു ദാഹം, ശക്തമായൊരു വിശപ്പ് ഓരോ ദാസന്മാരും ഇപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തക്കവിധം ഓരോ ഹൃദയങ്ങൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ് ദൈവമേ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ദുർപീഡകളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിട്ടുമാറട്ടെ. ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പെന്തക്കോസ്തയ്ക്കായി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ, ബിനുവേച്ചനിലൂടെ നമുക്ക് സമൃദ്ധമായിട്ട് വചനം തന്ന് വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ വീണ്ടും തളിർക്കും. അതെ, നമ്മുടെ സമസ്ത മേഖലയിലും, കുടുംബജീവിതത്തിലും, വ്യക്തി ജീവിതത്തിലും, ശുശ്രൂഷാ ജീവിതത്തിലും, നാം ആയിരിക്കുന്നിടങ്ങളിലെല്ലാം വീണ്ടും ഒരു തളിർപ്പിന് ദൈവം അവസരം ഒരുക്കുകയാണ്. അച്ഛനോട് ചേർന്ന് നമ്മുടെ എല്ലാ മേഖലകളെയും സമർപ്പിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിക്കുന്ന സന്ദേശങ്ങൾ സ്വന്തമായി സ്വീകരിച്ച് സഭയെ പണിതുയർത്താം. നൃത്തം ചെയ്തും കൈകൊട്ടിയും ആടിപ്പാടിയും ദൈവികാർനാഥനെ ആരാധിച്ച് ഒരു പുത്തൻ അഭിഷേകം നമുക്ക് പ്രാപിക്കാം. വീണ്ടും പെന്തക്കോസ്ത, വീണ്ടും പെന്തക്കുസ്ത. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ 2 ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ജോബിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ കുറ്റി മണ്ണിൽ കിട്ടുപോയാലും, അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കും. വെള്ളം പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, നിരാശയോ സങ്കടമോ വിഷമമോ, എനിക്ക് സുവിശേഷവല്ല ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയോ, ഞാനൊരു വിജയമല്ല എന്നുള്ള ചിന്തയോ, എന്തു തന്നെയാവട്ടെ നിന്റെ അവസ്ഥ, മണ്ട മുറിച്ചു പോയൊരു വൃക്ഷം പോലെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിൽ തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണെന്ന് കരുതുക. കുറ്റമൺ, ഇനി ഒരു ഉയർച്ചയില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ,
ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞേ, നീ അങ്ങനെ ചിന്തിക്കരുത്. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ, പരിശുദ്ധാത്മാവ് ജീവജലത്തിൻ്റെ അരുവിയുടെ ഒരു നനവ് നിനക്ക് കിട്ടിയാൽ നീ ഇതിനേക്കാൾ എത്രയോ ശക്തിയിൽ ഉയർന്നു വരും. കാരണം വചനം പഠിപ്പിക്കുന്നുണ്ട് 33-ാമത്തെ സങ്കീർത്തനത്തിൽ 12-ാമത്തെ തിരുലിഖിതം, കർത്താവ് ദൈവമായിട്ടുള്ള ജനവും കർത്താവ് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കാരണം നിയമാവർത്തന പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം എത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഉള്ളൊരുകെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവിനെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻകാല ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. എത്രയോ തവണ വീണു പോകുമെന്ന് വിചാരിച്ചു, എത്രയോ തവണ നീ തകർന്നു പോയി നിന്റെ ജീവിതത്തിൽ, എത്രയോ തവണ ഇനി ഉയർച്ച ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയെല്ലാം ദൈവം ഉയർത്തിക്കൊണ്ട് വന്നില്ലേ? എത്രയോ പാപ സാഹചര്യം കുടുങ്ങിപ്പോയി, അവിടുന്ന് കയറി വന്നില്ലേ? എത്രയോ പ്രാവശ്യം നിനക്ക് വാതിലടഞ്ഞു, അവിടുന്ന് പരിശുദ്ധാത്മ നിന്നെ കേട്ടുകൊണ്ട് വന്നില്ലേ? അതേ ആത്മാവുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തിയ അവസരങ്ങൾ ഓർക്കണം. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ആത്മാവ് നയിച്ച അവസരങ്ങൾ ഓർക്കണം. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച അവസരങ്ങൾ ഓർക്കണം. കുഞ്ഞുനാൾ വരെ ഇന്നേ വരെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച, പരിശുദ്ധാത്മാവ് നടത്തിയ മുഴുവൻ വഴികൾ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ, ഹൃദയം തുറന്ന് ആരാധിക്കട്ടെ. ഹല 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 കൈകളടിച്ച് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പിക്കാൻ നമുക്ക് കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. കൈകൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. കൈകൾ താഴ്ത്തി അടിച്ച് ഇടത്തോടെ മരത്തോടെ നന്നായിട്ട് അനങ്ങി അപ്പനും അമ്മ മക്കൾ എന്നതുപോലെ വലിയ സ്വാതന്ത്ര്യത്തോടെ ഉന്നത വിളിയാൽ വിളിച്ചു, യേശുവിനെ അറിയാൻ വിളിച്ചു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, ജീവിതാന്തസ്സുകളിൽ കർത്താവ് വിളിച്ചു. ഓ കർത്താവേ, വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് മുള്ളിൽ പോലും തീരച്ചതല്ലോ. ഉന്നത വിളിയാൽ വിളിച്ചു ചോദിച്ചപ്പോൾ ചെയ്തിരുന്ന ആത്മാവ് മുള്ളിൽ പോലും തീരച്ചതല്ലോ. ഭയത്തോടി എന്റെ ചൊരിഞ്ഞതാണ്, ആയുസ്സല്ല നിനക്കായി നൽകി. സന്തോഷത്തോടെ ഭയത്തോടി എന്റെ ചൊരിഞ്ഞതാണ്, ആയുസ്സല്ല നിനക്കായി. കൈകൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. വീണ കരങ്ങൾ താഴ്ത്തി അടിച്ച് പ്രിയപ്പെട്ട ദൈവം, എത്രയോ പ്രാവശ്യം നീ വീണുപോയി, എത്രയോ പ്രാവശ്യം തകർന്നുപോയി. അവിടെ നിന്നെല്ലാം പരിശുദ്ധാത്മാവ്, ജീവജലത്തിന്റെ ആത്മാവ് നിന്നെ ഉയർത്തിക്കൊണ്ട് വന്നില്ലേ? നന്ദിയോടെ നന്ദിയോടെ ആരാധിക്കുന്നു. ആരുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു വിളിച്ചു. ആരുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. എന്റെ നിരവുകൾ ദൈവം മാറ്റി എഴുതി, ആമേൻ. പിന്നെ കാൽ വഴുതാൻ ഇടവന്നില്ല. സന്തോഷിച്ച എന്റെ നിരവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതാൻ. കൈകൾ ഉയർത്തി ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. കൈകൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു.
കാര്യങ്ങൾ ഉയർത്തി ഇതുവരെ ദൈവം നടത്തിയ പരിശുദ്ധാത്മ ബലപ്പെടുത്തിയ മുഴുവൻ സംഭവങ്ങൾ ഓർത്ത് ഉറക്ക സ്തുതിച്ച് ആരാധിക്കുന്നു. ഹൃദയം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ, ആത്മാവ് ആരാധിക്കട്ടെ. ഇതുവരെ ദൈവം നമ്മളെ നടത്തിയ വഴികളെ കുറിച്ച് എത്രമാത്രം നന്ദി ഈശോയോടുണ്ടോ, എത്രമാത്രം സ്നേഹമുണ്ടോ, അത്ര ഉറക്കെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദിവ്യകാരുണ്യ മുമ്പിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകത്തിന് നീ ഒരുങ്ങുന്ന സമയത്ത് വീണ്ടും പെന്തക്കോസ്ത അഭിഷേകത്തിലേക്ക് ഏറ്റവും അടുത്ത ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ലേ ഇപ്പം ആരാധിക്കുന്നത്, നീ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്. ആഗോള സഭ മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്, ഭാരത സഭ മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്, കേരള സഭ മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. നീ ഒറ്റയ്ക്കല്ല ആരാധിക്കുന്നത്. നീ ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നീയും നിന്റെ ഫാമിലി തന്നെയാണെന്ന് വിചാരിക്കരുത്. നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ലക്ഷങ്ങളുടെ അകമ്പടിയിലാണ് പ്രാർത്ഥിക്കുന്നത്, ലക്ഷങ്ങളോട് ചേർന്ന് നിന്നാണ് നീ പ്രാർത്ഥിക്കുന്നത്. ഉള്ളൊഴിഞ്ഞ് ആരാധിക്കുകയാണ്, ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവവേദനയിലെ ഇപ്പോൾ എന്തു തന്നെയാണ് നിന്റെ അവസ്ഥയെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകും, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രകടമാകും. യൂഥത്തിൻ്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, അവിടെ ഒരു ശത്രു രാജാവ് ഇസ്രായേൽ ജനം ഒരുപാട് വളർന്ന് വരുന്നത് കണ്ടുകൊണ്ട് അല്പം ഭയപ്പാടോടെ ഒരു ചാരനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഏതാണ് ഈ ജനം? അപ്പോൾ ചാരൻ പറഞ്ഞു, ഇവരാണ് ഇസ്രായേൽ ജനം. വീണ്ടും രാജാവ് ചോദിച്ചു, ഇവരുടെ ശക്തി എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? ഇവരുടെ ശക്തി എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? ഇവരുടെ സൈന്യത്തെ നയിക്കുന്ന രാജാവ് ആരാണ്? വീണ്ടും 8-ാമത്തെ വാക്യത്തിൽ ആ ചാരൻ മറുപടി പറഞ്ഞു, ഇവർ ഇസ്രായേൽ ജനമാണ്. ഇവരുടെ പ്രത്യേകതയും ഇവരുടെ ശക്തിയും ഇവർ പൂർവികരുടെ തിന്മ നിറഞ്ഞ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾ അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിക്കുന്ന ജനമാണ്. പൂർവികരുടെ തിന്മ നിറഞ്ഞ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾ അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിക്കുന്ന ജനമാണ്. അപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാകും. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ, ഇന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ അതിന് കാരണം ദൈവശക്തി പ്രകടമാകാത്തതാണ്. ദൈവത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. 77-ാം സങ്കീർത്തനത്തിൽ 10-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? വലിയ സങ്കടമാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നതിൽ വലിയ സങ്കടമാണ്. എന്താണ് കാരണം? പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പ്രകടമാകേണ്ടത്. വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, വലിയ സങ്കടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശുദ്ധി പരിശുദ്ധാത്മാവിൻ്റെതാണ്. ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഫലവത്താകുന്നില്ല, പഠനം മുന്നോട്ട് പോകുന്നില്ല, ജോലി മുന്നോട്ട് പോകുന്നില്ല, കുടുംബജീവിതം മുന്നോട്ട് പോകുന്നില്ല, ശുശ്രൂഷ ജീവിതം മുന്നോട്ട് പോകുന്നില്ല, തൊടുന്നിടത്തെല്ലാം തടസ്സമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, കൊളോസ്സസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, നിന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ടത്രേ നീ അധ്വാനിക്കേണ്ടത്. നിന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ടത്രേ നീ അധ്വാനിക്കേണ്ടത്. 1 Corinthians 15:10 വചനം നമുക്കറിയാം, ഞാനല്ല, എന്നുള്ള ദൈവത്തിന്റെ കൃപയാണ് അധ്വാനിക്കേണ്ടത്. കരങ്ങൾ രണ്ടും ഉയർത്താം, കരങ്ങൾ രണ്ടും ഉയർത്താം. പ്രിയപ്പെട്ട മക്കളെ, കുറേ സമയം കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്, ദൈവശക്തി പ്രകടമാകും. ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മേലാണ് ദൈവശക്തി പ്രകടമാകുന്നത്. നീ ഒറ്റയ്ക്കല്ല, സഭയോട് മുഴുവൻ ചേർന്ന് ആരാധിക്കുകയാണ്. മാർപ്പാപ്പയോട് ചേർന്ന്, മെത്രാൻ സംഘത്തോട് ചേർന്ന്, വൈദികരോട് ചേർന്ന്, സമർപ്പിതരോട് ചേർന്ന്, മുഴുവൻ അൽമായ മിഷനറിയോട് ചേർന്നുകൊണ്ട് ദൈവജനത്തോട് ചേർന്ന് ആരാധിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിലെ മനസ്സിന് ആത്മാവില് പ്രകടമാകുവോളം കർത്താവിനെ സ്തുതിക്കട്ടെ. കൈകൾ ഉയർത്തി സ്വരം ഉയരട്ടെ, അതരം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധമാരും ആരാധിക്കാം, കൈകൾ അടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മവിശക്തിയോടെ ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധമാരും ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം,
ആത്മാവിശക്തിയോടെ കൈകൾ ഉയർത്തി കൈയടിച്ച് ദാനിയേലും സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ അപ്പസ്തോലർ ചെയ്തുകളിൽ ആരാധിച്ചപ്പോ പാടി പാടി ദാനിയേലും സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ അപ്പസ്തോലർ ചെയ്തുകളിൽ ആരാധിച്ചപ്പോ ദൈവജന രക്തം ചിന്തി ആരാധിച്ചപ്പോ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദൈവജന രക്തം ചിന്തി ആരാധിച്ചപ്പോ കൈകൾ നന്നായി ഉയർത്തി കൈയടിച്ച് ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആത്മാവിശക്തിയോടെ ആരാധിക്കാം കരങ്ങൾ താഴ്ത്തിയടിച്ച് ശരീരവും മനസ്സും ആത്മാവും ഒന്ന് ചേർന്ന് ദൈവജനത്തോട് ചേർന്ന് ആരാധിക്കട്ടെ. ഇടത്തോടെ വലത്തോടെ നന്നായിട്ട് അനങ്ങി വലിയ സ്വാതന്ത്ര്യത്തോടെ വലിയ ആത്മാവിലുള്ള സന്തോഷത്തോടെ ആദ്യ സഭ ആരാധിച്ചതുപോലെ മർക്കോസിന്റെ മാളികയിൽ ആരാധിച്ചതുപോലെ ആരാധിക്കുന്നു. ആദ്യ സഭവാണിൽ മുമ്പിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ ആദ്യ സഭവാണിൽ മുമ്പിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി പാടി യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി കൈകൾ ഉയർത്തി തുള്ളി ചാടി ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആരാധമാരും ആരാധിക്കാം ചാടി ചാടി ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആത്മാവിശക്തിയോടെ ആരാധിക്കാം വീണ്ടും കരങ്ങൾ താഴ്ത്തി അടിച്ച് നന്നായിട്ട് പാടി ആരാധിക്കട്ടെ. കഷ്ടത വന്നാലും ക്ലേശം വന്നാലും ദുരിതം വന്നാലും വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ നീ ഇളം ചെടി പോലെ വലപ്പുറപ്പെടുവിക്കുക. ജീവിതത്തിൽ വേദനകൾ നേരിടുമ്പോൾ പീഡകൾ നേരിടുമ്പോൾ ജീവിതത്തിൽ വേദനകൾ നേരിടുമ്പോൾ പീഡകൾ നേരിടുമ്പോൾ പീഡിതർക്ക് രാജ്യം നൽകിയ സ്വർഗദാതനെ നന്ദി ചൊല്ലി ആരാധിക്കാം പീഡിതർക്ക് രാജ്യം നൽകിയ സ്വർഗദാതനെ നന്ദി ചൊല്ലി കൈകൾ ഉയർത്തി തുള്ളി ചാടി ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആരാധമാരും ആരാധിക്കാം Glory, glory. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആത്മാവിശക്തിയോടെ ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആരാധമാരും ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആത്മാവിശക്തിയോടെ ആരാധിക്കാം ഈ സമയത്ത് അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കരങ്ങൾ കോർത്ത് പിടിച്ച് ആരാധിക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കരങ്ങളെല്ലാം കോർത്ത് പിടിച്ച് ആരാധിക്കുകയാണ്. ധ്യാനകേന്ദ്രങ്ങളുള്ളവരൊപ്പം കരങ്ങൾ കോർത്ത് പിടിക്കട്ടെ. കുടുംബങ്ങളിലുള്ളവർ അപ്പനും അമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളും എല്ലാ കരങ്ങൾ കോർത്ത് പിടിക്കട്ടെ. നീ എവിടെയാണോ നിന്റെ സമീപത്തുള്ള ആര് തന്നെ ആയാലും സ്നേഹപൂർവ്വം കരങ്ങൾ കോർത്ത് പിടിക്കട്ടെ. കോർത്ത് പിടിച്ചാൽ ഉയർത്തി പിടിക്കുകയാണ്. തിരുസഭ മൊത്തം പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവവൈതലേ, വചനം പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാരെ രക്തസാക്ഷികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, ദൈവജനത്തോട് ചേർന്ന്, കുടുംബത്തോട് ചേർന്ന് ഒറ്റക്കെട്ടായി ആരാധിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ എവിടെയാണോ ദൈവശക്തി പ്രകടമാകുന്നത് അതിപ്പോൾ പ്രകടമാകട്ടെ. എവിടെയാണോ ബലമില്ലാത്തത് അവിടെ ബലം പ്രകടമാകട്ടെ. എഫേസസ് ലേഖനം 3:20 വചനം പഠിപ്പിക്കുന്നു, നമ്മൾ ആവശ്യപ്പെടുന്നതിന് ചോദിക്കുന്നത് കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള പരിശുദ്ധാത്മ ശക്തി. ആത്മാവേ, 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 പോരാ പോരാ. എഫേസസ് 3:20 നീ ചോദിക്കുന്നതിൽ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള പരിശുദ്ധാത്മ ശക്തി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, അരുവി തോടായി, തോട് നദിയായി, നദി സമുദ്രമായി. എന്താണ് അതിൻ്റെ അർത്ഥം? ഓരോ കാലഘട്ടം കഴിയുമ്പോൾ നിന്റെ അഭിഷേകം വർദ്ധിച്ച് 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 വരണം.
എസ്തേറിന്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ എസ്തേറിനെ കുറിച്ച് വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. നദിയായി മാറിയ കൊച്ചരുവി. എസ്തേർ മൊർദെഖായിയുടെ വലതുപുത്രൻ എന്ന നിലയിൽ ഒരു അനാഥ പെൺകുട്ടി, ഒരു കൊച്ചരുവിയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിച്ച അഭിഷേകത്തിൽ വളർന്നു കഴിഞ്ഞപ്പോൾ അവൾ ഒരു നദിയായിട്ട് മാറി. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവചനം 47-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആദ്യം കണങ്കാലോളം വെള്ളം, മുട്ടോളം വെള്ളം, അരയോളം വെള്ളം പോരാ, നീന്തിക്കടക്കാൻ വയ്യാത്ത വലിയ നദി പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓ പ്രിയപ്പെട്ട കുഞ്ഞെ, വീണ്ടും പെന്തക്കോസ്ത് പ്രാർത്ഥനയിൽ നീ ഇപ്പൊ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണല്ലോ. ഈ സമയത്ത് നീ ആഗ്രഹിക്കേണ്ടത് ഇന്നലത്തെ അഭിഷേകം കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നടക്കുകയല്ല, ഇന്നത്തെ അഭിഷേകം കൊണ്ട് നാളത്തെ ശുശ്രൂഷ നടക്കുകയല്ല. അഭിഷേകത്തിന്റെ വളർച്ചയുണ്ട്, അഭിഷേകത്തിന്റെ വളർച്ചയുണ്ട്. യുദ്ധത്തിന് ഒരുങ്ങുന്നവർ ആയുധം അപ്ഗ്രേഡ് ചെയ്യും എന്ന് പറയുന്നത് പോലെ പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ നീ നിന്റെ അഭിഷേകത്തെ അപ്ഗ്രേഡ് ചെയ്യണം. അടുത്ത കാലത്തിൽ പരിശുദ്ധാത്മാവ് ധാരാളിക്കുന്ന അഭിഷേകത്തെ കാണണം. ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട എല്ലാ ടോക്കുകളും അഭിഷേകത്തിനെ കുറിച്ചാണ്, അഭിഷേകം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു അഭിഷേകത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാണാൻ പറ്റുന്നിടത്തോളം കാണുക, ചോദിക്കാൻ പറ്റുന്നിടത്തോളം ചോദിക്കുക, അതെല്ലാം തരും. കഴിഞ്ഞ കാലം ജീവിതം ഓർക്ക് കുഞ്ഞുനാളിൽ നടത്തിയ പ്രാർത്ഥന പോലും കർത്താവ് ചെയ്തു തന്നില്ലേ? കുഞ്ഞുനാളിൽ നടത്തിയ പ്രാർത്ഥന പോലും കർത്താവ് ചെയ്തു തന്നില്ലേ? സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് പരിശുദ്ധാത്മാവ്. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് പരിശുദ്ധാത്മാവ്. യേശു എന്ന നാമം വിളിച്ചപേക്ഷിക്കുന്നവന്റെ മേൽ സ്വർഗം വർഷിക്കുന്ന ആത്മാവിന്റെ സമ്പത്താണ് പരിശുദ്ധാത്മാവ്. ഈ സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. അഭിഷേകത്തിന്റെ വളർച്ചയുണ്ട്. നീ ഇന്നൊരു പാട്ട് പാടുന്ന ആളാണോ, ഗായന ശുശ്രൂഷകനാണോ, നീന്റെ അഭിഷേകത്തെ നീ അപ്ഗ്രേഡ് ചെയ്യണം. അഭിഷേകത്തിന്റെ വളർച്ചയുണ്ട്. നീ ഇന്ന് ഒരു കൗൺസിലിംഗ് നടത്തുന്ന, ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു കൗൺസിലറാണെന്നെങ്കിൽ നീ നിന്റെ വരങ്ങളെല്ലാം ഷാർപ്പ് ചെയ്യണം. നീ ഒരു വചന പ്രഘോഷകനാണ്, അടുത്ത കാലഘട്ടത്തിൽ അഭിഷേകം പ്രാപിക്കണം. നീ ഏത് ഒരു കുടുംബ ജീവിതക്കാരാണെങ്കിൽ ആ കുടുംബ ജീവിതം നയിക്കാനുള്ള അഭിഷേകത്തെ അപ്ഗ്രേഡ് ചെയ്യണം. ഒരു സമർപ്പതയാണെങ്കിൽ അതിനുള്ള അഭിഷേകം അപ്ഗ്രേഡ് ചെയ്യണം. ഒരു പുരോഹിതനാണെങ്കിൽ അഭിഷേകത്തെ അപ്ഗ്രേഡ് ചെയ്യണം. അതിനുവേണ്ടി ആഗ്രഹിക്കുക. കർത്താവ് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടെ നൽകുക. വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ചോദിക്കുക മാത്രം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കുക മാത്രം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് നമ്മളുള്ള ആത്മാവിന്റെ അഭിഷേകം ഇരട്ടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പസ്തോലന്മാർക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്ത് നാളിന് അല്ല. അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ഉദ്ധിതനായ ഈശോ അവരുടെ മേൽ പ്രത്യക്ഷപ്പെട്ടു, അവരുടെ മേൽ നിശ്വസിച്ചു, അവരുടെ മേൽ ഊതി, അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ എന്താണ് സംഭവിച്ചത്? ഈ അപ്പസ്തോലന്മാരെ പരിശുദ്ധ അമ്മയുടെ ഒപ്പം ഇരുന്ന് ആദ്യത്തെ പരിശുദ്ധാത്മാവിനുള്ള നൊവേന പ്രാർത്ഥിച്ചു. അങ്ങനെ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രകടമായി. അതിനെ വിളിക്കുന്ന പേരാണ് അഭിഷേകം. ഈ ദിവസങ്ങൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. നമ്മളുള്ള പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ. നിനക്ക് കാണാൻ പറ്റുന്നിടത്തോളം കാണ്, ചോദിക്കാൻ പറ്റുന്നിടത്തോളം ചോദിക്കുക. വെറുതെ ലുബ്ധി വിചാരിക്കരുത്. കർത്താവിനോട് ചോദിക്കുമ്പോൾ ലുബ്ധി കാണിക്കരുത്. കർത്താവിനോട് ചോദിക്കുമ്പോൾ മിനിമം കൊണ്ട് തൃപ്തിപ്പെടരുത്. മാക്സിമം കാണ്, മാക്സിമം കാണ്. കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്ക പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. നീ മാക്സിമം കണ്ട് വിളിക്കുകയാണ്. ലോകം കീഴടക്കുന്ന അഭിഷേകം, യേശുവിന്റെ വചനം ലോകത്തിലെല്ലാവർക്കും വ്യാപിക്കുന്ന അഭിഷേകം, തിരുസഭയിൽ പുതിയൊരു ഉണർവ്, പുതിയൊരു കൊയ്ത്ത്. കാര്യങ്ങൾ ഉയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ഈ സമയത്ത്
രണ്ട് കരങ്ങൾ നമ്മുടെ ശിരസിലേക്ക് വെച്ച് ഒരു അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. രണ്ട് കരങ്ങൾ നമ്മുടെ ശിരസിലേക്ക് വെച്ച് അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. നമ്മളുള്ള എല്ലാ ഫലങ്ങളും കൃപകളും ചൊല്ലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. 9 വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും എല്ലാം നിറയട്ടെ. സ്നേഹം, ആനന്ദം, ദയ, നന്മ, ആത്മസമയം, വിവേകം, വിശുദ്ധി എല്ലാം ചൊല്ലിക്കട്ടെ. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന എല്ലാം ഇരട്ടിയായിട്ട് മാറട്ടെ. എല്ലാ വരങ്ങളും നിറയട്ടെ. അറിവിൻ്റെ വരം, ജ്ഞാനത്തിൻ്റെ വരം, അത്ഭുത പ്രവർത്തനം, പ്രവചനപരം, രോഗശാന്തി വരം, വ്യാഖ്യാനപരം, ഭാഷാപരം, മുഴുവൻ വരദാനങ്ങളും നിറയട്ടെ. വചനത്തിൻ്റെ അഭിഷേകം ഇരട്ടിയാകട്ടെ. എല്ലാ അഭിഷേകം ചൊല്ലിക്കട്ടെ. ഭാഷാപരത്തിൽ തന്നെ കുറച്ച് സമയം അഭിഷേകത്തിൻ്റെ ഉച്ചരിക്കാൻ വേണ്ടി ഒരു അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കട്ടെ. ഭാഷാപരം തന്നെ ഉപയോഗിക്കട്ടെ. ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടു, ഭാഷാപരമാണ് എല്ലാ വരങ്ങളുടെയും വാതിൽ. ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. വിശ്വാസിക്കുള്ള പ്രാർത്ഥനയാണ് ഭാഷാപരം. അവിശ്വാസിക്കുള്ള അടയാളമെങ്കിൽ വിശ്വാസിക്കുള്ള പ്രാർത്ഥനയാണ് ഭാഷാപരം. ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കി 8 വരങ്ങൾ ഉച്ചരിക്കുമെന്നല്ലേ വചനം വെളിപ്പെടുത്തുന്നത്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഫലങ്ങളെല്ലാം വർദ്ധിക്കുന്ന നന്ദി പറയാം. ഗാനങ്ങളെല്ലാം വർദ്ധിച്ചതിന് ഓർത്ത് നന്ദി പറയാം. കരങ്ങളെടുത്ത് മുട്ടുകൾ കുത്തി നിൽക്കാം. മുട്ടുകൾ കുത്തി ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഒറ്റ കാര്യത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവേ, വേറൊന്നും പ്രാർത്ഥിക്കുന്നില്ല. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് മാത്രം മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുക, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, നിർവീര്യമാക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഞാൻ അങ്ങനെ വേദനിപ്പിക്കുകയില്ല. ഞാൻ ഒരിക്കലും ഞാൻ ദുഃഖിപ്പിക്കുകയില്ല. ഒരിക്കലും ഞാൻ നിർവീര്യമാക്കുകയില്ല. പരിശുദ്ധാത്മാവെ, ഗിവ് മീ എ കോൺസ്റ്റന്റ് കമ്പാനിയൻഷിപ്പ്. പരിശുദ്ധാത്മാവെ, ഒരു സന്തത കോൺസ്റ്റന്റ് കമ്പാനിയൻഷിപ്പ്. പരിശുദ്ധാത്മാവേ, വേറൊന്നും എനിക്ക് വേണ്ട. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്കി 2 കരങ്ങളും ഈശോയിലേക്ക് നീക്കി പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അനോന്റി, ഒരു കോൺസ്റ്റന്റ് കമ്പാനിയൻഷിപ്പ് ആഗ്രഹിച്ച് ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഈശോയെ നോക്കി വിളിക്കുന്നു. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ദിവ്യകാരുണ്യത്തെ താണു വണങ്ങി ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലൂടെ ദൈവം നമുക്ക് നൽകിയ പുത്തൻ ഉണർവിന്, പുതിയ തുടക്കങ്ങൾക്ക് ഈശോയുടെ നാമത്തിൽ നമുക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏത് ആത്മീയ പ്രചോദനമാണെങ്കിലും നിങ്ങളതിന് തുടക്കമിടുക. ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. നാളെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ 6-ാം ദിവസമാണ്. 6-ാം ദിവസം നമുക്കായി വചനം പങ്കുവെക്കുന്നത് സിസ്റ്റർ എയ്മിയാണ്. വചനം കേൾക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കണ്ടുമുട്ടാം. പരിശുദ്ധാത്മാവ് പുതിയ യുഗത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. ഇന്നത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധാത്മ ശക്തിയുടെ പ്രകടമായ അടയാളമായി നാം ഇറങ്ങിച്ചെന്നാൽ കേരള സഭയും ആഗോള സഭയും ലോകം മുഴുവനും ഒരു പുതിയ പെന്തക്കോസ്താവുണ്ടെന്നറിയും. പരിശുദ്ധാത്മാവേ, 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 അവനെ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 അവനെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,